ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ കള്ളവോട്ടുണ്ടെന്ന അടൂർ പ്രകാശ് എംപിയുടെ ആരോപണം തോൽവി ഭയന്നുള്ള മുൻകൂർ ജാമ്യമെന്ന് LDF സ്ഥാനാർത്ഥി വി ജോയ് പറയുന്നു. കഴിഞ്ഞ തവണ ഇതേ പരാതിയിൽ കഴമ്പില്ലെന്ന് തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചതാണ്. വി ജോയ് ഓർമ്മിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കട്ടെ എന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പ്രതികരിച്ചു. കഴിഞ്ഞ പ്രാവശ്യവും ഇദ്ദേഹം ഇവിടെ മത്സരിക്കാൻ വന്നപ്പോൾ 1,84,000 കള്ളവോട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത സൃഷ്ടിക്കപ്പെട്ടിരുന്നു. എന്ന് പറഞ്ഞാൽ ആ വാർത്ത ഇടതുപക്ഷമാണ് ഈ കള്ളവോട്ടിന്റെ ആളുകളെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ അദ്ദേഹം ഇറക്കിയത്. അതിൽ കാര്യമായിട്ടുള്ള ഒരു മാറ്റം ഇപ്പോഴും കാണുന്നില്ല. ഇപ്പോൾ എന്താ പറയുന്നത്, 1,00,000-ഓളം വോട്ട് കള്ളവോട്ടുണ്ടെന്നാണ്. ഒരു കാരണവശാലും അടൂർ പ്രകാശ് പറയുന്ന ഈ കാര്യം സത്യമല്ല. അതൊരു അഡ്വാൻസ് ജാമ്യമെടുപ്പാണ്. ഇപ്പോഴത്തെ വോട്ടർ പട്ടിക വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, ഒരു കാരണവശാലും പറ്റില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുമല്ലോ, തീർച്ചയായിട്ടും പരിശോധിക്കും. അത്തരമൊരു ആരോപണം നിലനിൽക്കുന്നുണ്ടോ? അന്വേഷിക്കും. അടൂർ പ്രകാശ് ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കണമല്ലോ. പരിശോധിക്കട്ടെ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷബീദ് റാവുത്തർ ചേരുന്നു. ഷബീദ്, ഗുഡ് മോർണിംഗ്. പറയൂ വിവരങ്ങൾ. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ. ആറ്റിങ്ങൽ ഇപ്പോൾ സജീവമായ ചർച്ചാ വിഷയം കള്ളവോട്ട് ആരോപണമാണ്. അടൂർ പ്രകാശാണ് കഴിഞ്ഞ ദിവസം ഈ കള്ളവോട്ട് പരാതി ആരോപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. അതായത് മണ്ഡലത്തിൽ ഏതാണ്ട് 1,00,000-ലധികം കള്ളവോട്ടുകൾ ഉണ്ട് എന്നുള്ളതായിരുന്നു അടൂർ പ്രകാശ് ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം. അക്കാര്യത്തിൽ ഇപ്പോൾ CPM-ന്റെ സ്ഥാനാർത്ഥിയും അതേപോലെ തന്നെ BJP സ്ഥാനാർത്ഥിയാകാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തുന്ന കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കമുള്ള കാര്യങ്ങൾ പ്രതികരണം നടത്തുകയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള വി ജോയ് ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, കഴിഞ്ഞ തവണയും സമാനമായ രീതിയിൽ അടൂർ പ്രകാശ് ഇങ്ങനൊരു ഇലക്ഷൻ സ്റ്റണ്ട് നടത്തി കള്ളവോട്ട് എന്നുള്ള ആരോപണം ഉയർത്തിക്കൊണ്ട് ഒരു മുൻകൂർ ജാമ്യം അത് അടൂർ പ്രകാശ് എടുക്കുകയാണ് എന്നുള്ളതാണ് വി ജോയ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം. മാത്രമല്ല, ഇപ്പോഴത്തെ വോട്ടർ പട്ടിക അനുസരിച്ച് കൃത്രിമം കാണിക്കാൻ കഴിയില്ല, ഇടതുപക്ഷം കൃത്രിമം കാണിച്ചു എന്നാണ് ആരോപണം. അത്തരമൊരു ആരോപണം ഉണ്ടെങ്കിൽ അദ്ദേഹം അത് തെളിയിക്കട്ടെ എന്ന വെല്ലുവിളി കൂടി ഇതുമായി ബന്ധപ്പെട്ട് വി ജോയ് നടത്തുന്നുണ്ട്. അതേസമയം കേന്ദ്രമന്ത്രി വി മുരളീധരനാകട്ടെ ഇതുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കട്ടെ, പരിശോധിച്ചതിന് ശേഷം തുടർ പ്രതികരണം നടത്താം എന്നുള്ളതായിരുന്നു. ഏതായാലും ആറ്റിങ്ങലിൽ സജീവമായി കള്ളവോട്ട് ചർച്ചയാവുകയാണ്. ഇത് ഇലക്ഷനെ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ എത്രമാത്രം സ്വാധീനിക്കും എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഓക്കെ, താങ്ക് യു ഷബീദ് റാവുത്തർ.